സെൻട്രൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണറെ കുടുംബത്തിൻ്റെയും കൂട്ടാത്മഹത്യയ്ക്ക് കാരണം എന്താണെന്ന് ഇപ്പം വെളിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 ദിവസമായി ലീവ് എടുത്തയാള് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മടങ്ങിച്ചെല്ലാത്തതിനാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വീട്ടിൽ വന്ന് നോക്കുമ്പം കഴിഞ്ഞ 20-ാം തീയതി അശുഭകരമായ ചില ലക്ഷണങ്ങളും വാർത്തകളും കണ്ടു. അദ്ദേഹം ആ വിവരം സഹപ്രവർത്തകരെ അറിയിച്ചു. അവർ വന്ന് നോക്കിയപ്പോഴാണ് അഡീഷണൽ കമ്മീഷണർ മനീഷിൻ്റെ സഹോദരി ശാലിനിയും അമ്മ ശകുന്തള അഗർവാളും വീട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. വലിയ വാർത്തയായിരുന്നു ഇത് രാജ്യത്തകത്തും വെളിയിലുമൊക്കെ. ഈ സഹോദരി ശാലിനി വിജയ് അവർക്ക് 49 വയസ്സ് ഇപ്പോൾ ഉണ്ട്. 2 വർഷം മുമ്പ് അവര് ലീവ് എടുത്ത് 47-ാമത്തെ വയസ്സിൽ അവര് ജാർഖണ്ഡ് PSCയിലെ ഒരു ടെസ്റ്റിലെ ഡയറക്റ്റ് അവിടെ സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് അവരെ തിരഞ്ഞെടുത്തിരുന്നു. അത് അവിടുത്തെ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനാണ് അവരെ ഫസ്റ്റ് റാങ്കിലാണ് അവർ തിരഞ്ഞെടുത്തത്. അത് PSC ചെയർമാനും രാഷ്ട്രീയ നേതാക്കളുടെയും ചില ഉദ്യോഗസ്ഥരുടെയും സഹായം കൊണ്ടാണ് അവർക്ക് PSC ഫസ്റ്റ് റാങ്ക് ലഭിച്ചതെന്ന് ആരോപണം വന്നു. അതിനെ സംബന്ധിച്ച് അവിടുത്തെ ലോക്കൽ പോലീസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അത് അന്വേഷണം മുറുകി നടക്കുന്ന സമയം അത് വീണ്ടും വിവാദമായപ്പോൾ അത് CBI ഏറ്റെടുത്തു. കഴിഞ്ഞ 12 വർഷമായി CBI ആ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് 34 വയസ്സിലാണ് ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഈ ഉദ്യോഗർക്ക് ലഭിക്കുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ പുറത്തേക്ക് ഇപ്പം വരുന്നു. കഴിഞ്ഞ CBI കേസിൻ്റെ ട്രയൽ അവിടെ തുടങ്ങി. ഇവരെ ഹാജരാകാൻ പറഞ്ഞു. ഇവര് അവിടെ CBI കോടതിയിൽ ഹാജരായി മടങ്ങി നാട്ടിൽ വന്നു. അതിനുശേഷം സഹോദരനുമായി കേരളത്തിലെത്തി. ശകുന്തള അഗർവാൾ ഇവരുടെ അമ്മയും ഈ സഹോദരിയും ഈ അഡീഷണൽ കമ്മീഷണറുമായി അവർ കേരളത്തിലെത്തി. പുതിയതായിട്ട് 1.5 മാസം മുമ്പാണ് ഇപ്പോൾ ആ ക്വാർട്ടേഴ്സ് ഇവർക്ക് അലോട്ട് ചെയ്ത്. അതിനു മുമ്പ് ഇദ്ദേഹം മനീഷ് GSTയുടെ അഡീഷണൽ കമ്മീഷണറായി കോഴിക്കോടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ ബീച്ചിലുള്ള ഇവരുടെ ഒഫീഷ്യൽ ബംഗ്ലാവിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിനെ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ അദ്ദേഹത്തിന് കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്തു. തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് അത്. ആ ക്വാർട്ടേഴ്സിൽ ഇദ്ദേഹം ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്തു. ഇപ്പോൾ അവിടെ അമ്മയും അതുപോലെ തന്നെ സഹോദരി ശാലിനിയും ഇദ്ദേഹത്തോടൊപ്പം വന്ന് താമസമായി 1.5 മാസം മുമ്പ്. 10 ദിവസം മുമ്പ് ഇവര് ജാർഖണ്ഡിൽ പോയിരിക്കാം. കാരണം CBI കോടതിയിലെ ഈ മനീഷിൻ്റെ മൂത്ത സഹോദരി ശാലിനിയെ അവിടുത്തെ വിളിച്ചിരുന്നു. കോടതിയിൽ അവരെ ഹാജരായ ശേഷം കുറ്റചാർജ് ലഭിച്ചിട്ടുണ്ടാവണം. അതുമായിട്ട് ഇവിടെ മടങ്ങി വന്നു. അമ്മ ശകുന്തളാദേവി 77 വയസ്സുണ്ട്. അവരുടെ ഹസ്ബൻഡ് UC വിജയ് സിംഗ് മരിച്ചിട്ട് കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അമ്മയാണ് ഈ കുട്ടികളെ വളർത്തിയത്. മനീഷിൻ്റെ ഒരു സഹോദരി, രണ്ടാമത്തെ സഹോദരി അബുദാബിയിലാണ്. ആ ജോലിയിൽ അവിടെ ഒരു ജോലിയിൽ തന്നെയാണ് അവർ വന്ന ശേഷമേ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളൂ എന്ന് വാർത്ത വന്നു. കാരണം ഇനി ആ കുടുംബത്തിലെ അമ്മയും മരിച്ചു, സഹോദരിയും മരിച്ചു, സഹോദരനും മരിച്ചു. ഡെഡ് ബോഡി ഇവിടെ മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. അവർ വന്ന ശേഷം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മരണകാരണം നിശ്ചയിക്കും. അമ്മ മരിച്ചു കിടന്നത് കട്ടിലേൽ വെള്ള പുതപ്പ് അമ്മയെ പുതപ്പിച്ചിരുന്നു. അതിന് മുകളിൽ പൂക്കൾ വെച്ചിരുന്നു. അമ്മ മരിച്ച് എന്ന് അവർക്ക് മനസ്സിലായി. അവർക്കുള്ള പ്രമേഹ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത്? അമ്മയെ അതുപോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മക്കളാണ്. അമ്മയുടെ പ്രയത്നപരമായിട്ടാണ് മനീഷിനെ തീർച്ചയായിട്ടും ഈ
അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ എക്സൈസിലെ സെൻട്രൽ എക്സൈസിൽ ജോലി ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിക്കും അവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 1ാം സ്ഥാനം ലഭിച്ചിട്ട് അവിടുത്തെ IAS കേഡറിലുള്ള ഒരു ജോലിയിൽ അവർ പ്രവേശിച്ചു. അവരെ പറ്റിയുള്ള ആരോപണം, അവർ ടെസ്റ്റ് എഴുതിയാണ് വന്നെങ്കിലും അവർ ഒരു കോച്ചിങ് ക്ലാസ്സിലും പോകാതെ അവർ നേരിട്ട് പരീക്ഷ എഴുതി 1ാം റാങ്ക് വാങ്ങിച്ചെന്നാണ് അവിടെ പ്രചരിക്കുന്ന കഥ. ആ കഥയിലെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് പലരും ആരോപണം ഉന്നയിച്ച് കേസ് കൊടുത്തു. ലോക്കൽ പോലീസിന് അന്വേഷണം വഴിമുട്ടിയപ്പോൾ അത് CBIക്ക് പോയി. കഴിഞ്ഞ 12 വർഷമായിട്ട് CBI കേസ് അന്വേഷിക്കുകയായിരുന്നു. CBIയുടെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കി. PSC ചെയർമാൻ ഉൾപ്പെടെ 60 പേർക്കെതിരായിട്ടാണ് ആ കുറ്റച്ചാർജ്. അതിനകത്ത് ശാലിനി പ്രതിയാണ്, അത് 1ാം പ്രതിയാവും. അതുപോലെ തന്നെ ആ കേസിന്റെ ഫസ്റ്റ് വിചാരണയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം അവിടെ വിളിച്ചത്. കുറ്റച്ചാർജിന്റെ കോപ്പി ഇവർക്ക് ലഭിച്ചിരിക്കണം. അത് ഇവിടെ വന്ന് കത്തിച്ചതായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റൗ ഇരുന്ന സ്ഥലത്ത് ചാരം, അവിടെ ഒരു കത്തിയും കണ്ടു. അതുകൊണ്ട് ഈ കത്തി കൊണ്ട് ഈ കുറ്റച്ചാർജിന്റെ കോപ്പി അവിടെ അടുക്കളയിൽ കത്തിച്ചു കളഞ്ഞതായിട്ടാണ് മനസ്സിലാകുന്നത്. കാരണം അവര് ജീവിതം അവസാനിപ്പിച്ച് അവര് ഈ ലോകത്തു നിന്ന് യാത്രയാകുന്നതിന്റെ ലക്ഷണം തന്നെയാണ്. അതിന്റെ കാരണമായ ആ കുറ്റച്ചാർജിന്റെ കോപ്പി അവർ കത്തിച്ചിരിക്കണം. അതിനുശേഷം അതോടുകൂടി ആയിരിക്കണം അമ്മ മരിച്ചത്. അമ്മയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അമ്മയുടെ മൃതദേഹത്തിന്റെ പുറത്ത് അവര് പൂക്കൾ വിതറിയിട്ടുണ്ട്. പൂക്കൾ അവിടെ വാങ്ങിച്ചതിന്റെ ബില്ലുകൾ കിടപ്പുണ്ട് ആ വീട്ടില്. അത് കഴിഞ്ഞ 14-ാം തീയതി ആണ് ലാസ്റ്റായിട്ട് വാങ്ങിച്ച പൂക്കൾ ബില്ല്. അതിനുശേഷമായിരിക്കണം, അമ്മ മരിച്ചതിന് ശേഷമായിരിക്കണം അവർ ആത്മഹത്യ ചെയ്തത്. അവർ രണ്ടുപേരും, അമ്മയും, മരണകാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രം അറിയാം. ഏക സഹോദരി അബുദാബിയിൽ നിന്ന് വന്ന ശേഷമേ അവർക്ക് ജാർഖണ്ഡിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്, അതോ ഇവിടെ തന്നെ അടക്കുമോ? ഹൈലി ഡീകമ്പോസ്ഡ് ആയ സ്റ്റേജിലാണ് മൃതദേഹം കാണപ്പെട്ടത്. 14-ാം തീയതി കഴിഞ്ഞിട്ട് ഏകദേശം 5 ദിവസത്തോളം ആ മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കാരണം 20-ാം തീയതി മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അത് ഡ്രൈവർ ഓഫീസിൽ വരാത്തതുകൊണ്ട് ഡ്രൈവർ 20-ാം തീയതി അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെന്റ് വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് ഡ്രൈവർ വന്നപ്പോൾ വാതിൽ തുറന്നില്ല. വീട്ടിലെന്തോ അശുഭ ലക്ഷണങ്ങൾ കണ്ടു. അത് ആ ഡ്രൈവർ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അറിയിച്ചു. അവർ വന്ന് നോക്കിയപ്പോഴാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അവർക്ക് തന്നെ ഇല്ല. കാരണം ഇദ്ദേഹത്തിന് നല്ല സാമ്പത്തികം ഉണ്ട്, അമ്മയ്ക്കുണ്ട്, അതുപോലെ തന്നെ ആ മൂത്ത ശാലിനി എന്ന സഹോദരിക്കുണ്ട്. അവരും കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ജോലി ചെയ്തിരുന്നു. ഈ കേസിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ ലീവ് എടുത്തിട്ട് പിന്നീട് ജോലിക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കുടുംബത്തിന്റെ മൊത്തമായ രീതിയിലുള്ള ആ ആത്മഹത്യ അല്ലെങ്കിൽ അതിന് കാരണം ആ CBI കേസ് തന്നെ. അവർ നിരപരാധിയാണോ എന്താണോ എന്നറിയില്ല. പക്ഷേ CBI കുറ്റച്ചാർജ് കോടതി കൊടുത്തിരിക്കുന്നു. 60ഓളം PSC, അന്നത്തെ PSC ചെയർമാനും ഇന്റർവ്യൂ നടത്തിയവരും ഒക്കെ 60ഓളം പേരുകൾ അതിനകത്ത് പ്രതിയായിട്ടാണ് CBI കുറ്റച്ചാർജ് കൊടുത്തത്. ആദ്യത്തെ ഫസ്റ്റ് വിചാരണയിലായിരിക്കണം ശാലിനി പോയത്. അതുപോലെ തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ പോയി. അതിൻ്റെ കുറ്റച്ചാർജ് വായിച്ച ശേഷം അദ്ദേഹത്തിനും അല്ലെ വക്കീലന്മാർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് കുഴപ്പമുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ടാവാം ഇതുപോലെയുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒളിച്ചോടാൻ അവർ തീരുമാനിച്ച്. വലിയ സാമ്പത്തിക ഉള്ള ഇവര് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ തീരുമാനമെടുത്ത്? അപക്വമായ ഒരു മനസ്സാണ്. ആ ജീവിത പ്രതിസന്ധികളെ അവർ ഫേസ് ചെയ്യണം, അത് തരണം ചെയ്യണം. അതിന് അവർ മാനസികമായി അമ്മയും മക്കളും തയ്യാറാകണം. അതിന് തയ്യാറാകാതെയാണ് അവർ ഈ കൃത്യത്തിലേക്ക് അവർ മുന്നോട്ട് പോയത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നിനൊന്നായി വന്നുകൊണ്ടിരിക്കും. കേരള പോലീസ് തീർച്ചയായിട്ടും ജാർഖണ്ഡിലേക്ക് ഈ ഇൻക്വസ്റ്റ് നടപടികളും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോകുമെന്ന് കണക്കാക്കുന്നു. കാരണം ജാർഖണ്ഡിൽ ഇവർക്കെതിരായിട്ടുണ്ടായ കേസിന്റെ ഡീറ്റെയിൽസുകൾ മുഴുവൻ അവർ കോപ്പി എടുക്കും. എങ്കിൽ മാത്രമേ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയി മരണകാരണം എങ്ങനെ സംഭവിച്ചു, അമ്മയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അമ്മയെ അതുപോലെ സ്നേഹിക്കുന്ന മക്കളാണ് 3 പേരും. ആ കുടുംബത്തിന്റെ ബോണ്ട് അങ്ങനെയാണ്. അമ്മയും ആ മക്കളും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതുവരെ ജീവിച്ചത്. ചെറുപ്പത്തിലെ പിതാവ് മരിച്ചുപോയെങ്കിലും അവരുടെ പ്രയത്നഫലമായി ശകുന്തള അഗർവാളിന്റെ തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ പ്രയത്നഫലമായിട്ട് മക്കൾ ഈ നിലവാരത്തിലേക്ക്, ഇത്ര ക്ലാസ് 1 ഓഫീസേഴ്സിന്റെ നിലവാരത്തിൽ എല്ലാ മക്കളും വന്നിരിക്കുന്നതായി കാണുന്നത് നമുക്ക്. ഏതായാലും വളരെ ബുദ്ധിമതിയായ, അതുപോലെ തന്നെ വളരെ സ്മാർട്ടായ ഒരു അമ്മയായിരുന്നു ശകുന്തള എന്ന് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ ദുര്യോഗത്തെ നമ്മൾ ഖേദിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്നവർക്ക് വേണ്ട എല്ലാ
ഭാവുകങ്ങളും അവർക്ക് എല്ലാ ഉയർച്ചയും ബാക്കിയുള്ളവർക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റാതെ ഉണ്ടാകട്ടെ എന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്.